എൻ്റെ പേര് ജസ്റ്റിമോൾ എന്നാണ്. ഞാനിവിടെ 9 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പം എനിക്ക് മാതാവ് തന്നൊരു അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് നന്ദി പറയുവാണ്. ഞാൻ ഈ 2024 ഫെബ്രുവരിയിൽ ന്യൂസിലാൻഡിൽ പോയി ക്യാപ് കോഴ്സ് ചെയ്തിട്ട് തിരിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഓസ്ട്രേലിയ ആയിരുന്നു എൻ്റെ ഫൈനൽ ഡെസ്റ്റിനേഷൻ. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് അതുകൊണ്ട് ഞാൻ തിരിച്ചു വന്നു. അപ്പോൾ എൻ്റെ എംപ്ലോയർ ഞാൻ കഴിഞ്ഞ 2022 പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് 23 എനിക്ക് ക്യാപ്പിന് അഡ്മിഷൻ കിട്ടിയത്. അപ്പം ഞാൻ എൻ്റെ DL വന്നപ്പോൾ തന്നെ ഇവിടെ റെസിഗ്നേഷൻ കൊടുത്തിരുന്നു. പക്ഷേ എൻ്റെ മാനേജർ എന്നെ സമ്മതിക്കത്തില്ലായിരുന്നു. ജോലി കിട്ടിയിട്ട് വേറൊരു സ്ഥലത്ത് ജോലി കൈ കിട്ടാതെ നീ ഇവിടുന്ന് ഒരിക്കലും പോകണ്ടെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാനത് എൻ്റെ റെസിഗ്നേഷൻ എക്സ്റ്റെൻഡ് ചെയ്ത് 2023 ഡിസംബറിൽ ഫൈനൽ ചെയ്തു. ഫെബ്രുവരിയിൽ ക്യാപ് കോഴ്സിന് പോകുന്നു. ബാക്കി കാര്യം മാതാവ് നടത്തിക്കൊള്ളൂ എന്നുള്ള രീതിയിൽ അങ്ങനെ ഇരുന്നു. അങ്ങനെ എനിക്ക് എൻ്റെ കുഞ്ഞിനെ കൊണ്ട് നാട്ടിലാക്കി. കുഞ്ഞിൻ്റെ വിസ തിരിച്ചു കൊണ്ടുവന്നില്ല. കുഞ്ഞിൻ്റെ വിസ പോയി. ഡിസംബറിൽ ആകുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ ഫ്ലാറ്റൊക്കെ കൊടുത്തു, സാധനങ്ങളൊക്കെ എടുത്തു, എല്ലാം സെറ്റായി ഒരു സ്റ്റുഡിയോ ഫ്ലാറ്റിലേക്ക് മാറി. ഇനി ഡിസംബറിൽ പോവുകയാണല്ലോ, അങ്ങനെ എല്ലാം ചെയ്തു. അപ്പം ഡിസംബറിൽ എൻ്റെ മാനേജർ വന്നിട്ട് ചോദിച്ചു, അപ്പോൾ എന്നാ നീ ക്യാപ് കോഴ്സിന് പോകുന്നത്? ഞാൻ പറഞ്ഞു ഫെബ്രുവരിയിലാണ് പോകുന്നത്, 2 വീക്സ് ക്യാപ് കോഴ്സാണ്. അപ്പോൾ അവരെന്നോട് ചോദിച്ചു, ഈ 2 വീക്സിന് വേണ്ടിയിട്ട് നീ എന്തിനാ ഇവിടുന്ന് റിസൈൻ ചെയ്ത് പോകുന്നതെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, അപ്പം ഞാനിങ്ങനെ ഒന്നും മിണ്ടിയില്ല, എല്ലാം പ്ലാൻ ചെയ്തല്ലോ. അപ്പോൾ പറഞ്ഞു അങ്ങനെ പോകണ്ട, 2 വീക്സിന് ലീവ് എടുത്ത് പോവുക, എന്നിട്ട് ക്യാപ് കോഴ്സ് ചെയ്തിട്ട് തിരിച്ചു വരാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സെന്നെ അനുവദിച്ചില്ല. ഇത്രയും അവരെനിക്ക് വേണ്ടിയിട്ട് ചെയ്തു തന്നിട്ട് ഞാൻ അങ്ങനെ ഒറ്റയടിക്ക് ഇട്ടിട്ട് പോകുന്നത് ശരിയല്ല, വേണ്ട ഇനി ഞാൻ നിർത്തിപ്പോയി, എനിക്ക് നിങ്ങളുടെ ജോലി വേണ്ട എന്ന് പറഞ്ഞ് പോകുന്നതിനോട് എനിക്കൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ അങ്ങനെ ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ 24 ക്യാപ്പിന് ഫെബ്രുവരിയിൽ പോയി ക്യാപ് കോഴ്സ് ചെയ്തു, തിരിച്ചു വന്നു. ആഫ്റ്റർ രജിസ്ട്രേഷൻ എടുത്തു. ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലുമായിട്ട് ജോലിക്ക് അപ്ലൈ ചെയ്തു. ന്യൂസിലാൻഡിൽ ആകെപ്പാടെ ഞാൻ 4 ജോലിക്കാണ് അപ്ലൈ ചെയ്തത്. ഓസ്ട്രേലിയയിൽ ഒരു 150 ജോലിക്ക് അപ്ലൈ ചെയ്തു. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാനൊരു റിസർച്ച് നഴ്സാണ്. 9 വർഷമായിട്ട് എനിക്ക് അങ്ങനെ പേഷ്യൻസുമായിട്ട് അങ്ങനെ വലിയ കോൺടാക്റ്റ് ഒന്നുമില്ല. ഞാനൊരു ഇഞ്ചക്ഷൻ പോലും പേഷ്യൻ്റ് 9 വർഷമായിട്ട് കൊടുത്തിട്ടുമില്ല. അപ്പോൾ എനിക്ക് ഒരു ഹോസ്പിറ്റലിൽ പോലും ഇതൊന്നും ഞാൻ നേരത്തെ ചിന്തിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ എനിക്ക് പിന്നീട് ജോലിക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്കൊരു മടിയായി ഹോസ്പിറ്റൽ വഴിയൊക്കെ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ. അങ്ങനെ ഞാൻ ഏജഡ് കെയറിലാണ് കൂടുതലും അപ്ലൈ ചെയ്തത്. ന്യൂസിലാൻഡിൽ മാത്രമേ ഉള്ളൂ ഞാനൊരു റിസർച്ച് സെൻറ്ററിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരു സ്ഥലത്തുനിന്നും എനിക്ക് വിളി വന്നില്ല. ഓസ്ട്രേലിയയിൽ നിന്നും വിളിച്ചില്ല, ന്യൂസിലാൻഡിൽ നിന്നും വിളിച്ചില്ല, എല്ലായിടത്തുനിന്നും റിജക്ഷൻ തന്നെ. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ഇവിടെ ജോലിയുണ്ട്, അതിനൊരു കുഴപ്പമില്ല. അവരെന്നോട് പറഞ്ഞിട്ടുണ്ട് എത്ര നാളെ എനിക്ക് ഇവിടെ ജോലി ചെയ്യണമെങ്കിലും ജോലി ചെയ്യാം, എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ മാത്രം ഇവിടുന്ന് പോയാൽ മതി എന്ന് എന്നോട് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ജോലിക്ക് ഒരു പ്രശ്നവുമില്ല. പക്ഷേ കുഞ്ഞിനെ കൊണ്ടുവരാൻ യാതൊരു നിർവാഹവും ഇല്ല. അപ്പം അങ്ങനെയായി ന്യൂസിലാൻഡിൽ നിന്ന് ഒരു സ്ഥലത്ത് തന്നെ കോൾ ചെയ്തു മാർച്ചിൽ. അപ്പോൾ അവരെന്നോട് പറഞ്ഞു അവർ ഇന്നേ വരെ ഇങ്ങനെ ഒരാൾക്ക് വർക്ക് വിസ വെളിയിലുള്ള ഒരാളെ എടുത്തിട്ടില്ല. അവർ ന്യൂസിലാൻഡ് സിറ്റിസൺഷിപ്പും PR ഉള്ളവർക്ക് മാത്രമേ ജോലി കൊടുത്തിട്ടുള്ളൂ, അവർക്ക് എടുക്കാൻ അറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു സാർ ഞാൻ ഇമിഗ്രേഷൻ ലോയറിനോട് സംസാരിപ്പിച്ച് ഞാൻ ചെയ്തു തരാം, ഹെൽപ്പൊക്കെ ചെയ്തു തരാം, എനിക്ക് തരുവാണെങ്കിൽ ഉപകാരമായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവരെനിക്ക് ജോലി തരാമെന്ന് സമ്മതിച്ചു. ഇമിഗ്രേഷൻ ലോയറിനെ കൊണ്ട് സംസാരിപ്പിച്ച് ആദ്യം തൊട്ടുള്ള കാര്യങ്ങൾ ഒരാൾക്ക് എങ്ങനെയാണ് ജോലി കൊടുക്കുന്നതെന്ന് ഞാൻ ന്യൂസിലാൻഡ് എംപ്ലോയറിനെ പഠിപ്പിക്കേണ്ടി വന്നു. അങ്ങനെ അവരെനിക്ക് ജോലി തന്നു. ജോലി തന്നത് ഈ റീസെൻ്റ്ലി ആണ്. എനിക്ക് ജൂണിലാണ് അവരെല്ലാം അപ്ലൈ ചെയ്ത് ഓഫർ ലെറ്റർ എല്ലാം തന്നത്. ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞിട്ട് വർക്ക് വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്ത സമയത്ത് എല്ലാവരും പറഞ്ഞു വർക്ക് വിസ ഭയങ്കര ഡിലേ ആയിട്ടാണ് കിട്ടുന്നതെന്ന്. അപ്പോൾ എനിക്കൊരാഗ്രഹം നാട്ടിൽ പോയി 1 മാസം കുഞ്ഞിൻ്റെ കൂടെ നിൽക്കണമെന്ന്. കാരണം കുഞ്ഞിന് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ട് കാല് ഫ്രാക്ചർ ആയിട്ടിരിക്കുമായിരുന്നു. അപ്പം എനിക്ക് 1 മാസം കുഞ്ഞിൻ്റെ കൂടെ പോയി നിന്നിട്ട് ജോലിക്ക് പോകണമെന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ റെസിഗ്നേഷൻ കൊടുത്തപ്പോഴും അവരെന്നോട് ചോദിച്ചു എല്ലാം ശരിയായോ? ഞാൻ പറഞ്ഞു എല്ലാം ശരിയായെന്ന്. പക്ഷേ റെസിഗ്നേഷൻ കൊടുത്ത് 1 വീക്ക് കഴിഞ്ഞപ്പം എനിക്ക് ഇമിഗ്രേഷനിൽ നിന്നും ഇത് വന്നു. എൻ്റെ എംപ്ലോയർ തന്നിരിക്കുന്ന എഗ്രിമെൻറ്റ് ഫോം മൊത്തം പൊട്ടത്തെറ്റായിരുന്നു. ലൈക്ക് എൻ്റെ എഗ്രിമെൻറ്റ് കൊടുക്കുന്നത് വേറെ ആളുടെ പേരിൽ എന്ന് പറഞ്ഞിട്ടായിരുന്നു അവർ എഴുതി വെച്ചിരുന്നത്. അതുപോലെ തന്നെ അവരതിൽ എഗ്രിമെൻറ്റിൽ സൈനും ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതൊരു ഫേക്ക് ഇതാണെന്നാണ് അവരുടെ ഒരു നോട്ടത്തിൽ. അപ്പം അതുകൊണ്ട് എങ്ങനെ ആകുമെന്ന് അറിയത്തില്ല, ഇത് ഡിക്ലൈൻ ആകാനുള്ള ചാൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് മെയിൽ വന്നു. ഞാനത് കണ്ടപ്പോൾ പേടിച്ചു പോയി. ഞാൻ എംപ്ലോയറിനെ ഇൻഫോം ചെയ്തു. എംപ്ലോയർ അപ്പം തന്നെ അത് കറക്റ്റ് ചെയ്തു തന്നു. ബിക്കോസ് അവർക്കും അറിയത്തില്ലല്ലോ, ആദ്യമായിട്ടാണ് അവർ ചെയ്യുന്നത്.
കറക്റ്റ് ചെയ്ത് തന്നു. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, ഒത്തിരി പ്രാർത്ഥിച്ചു. കാരണം അതെനിക്ക് തന്നിരുന്നത് 1-ാം തീയതിയായിരുന്നു. 1-ാം തീയതിക്ക് മുമ്പായിട്ട് ഇത് നിനക്കൊരു ചാൻസ് തരുവാണ്, ഇത് കറക്റ്റ് ചെയ്യാനുള്ള ചാൻസ് തരുവാണെന്ന് അവർ പറഞ്ഞു. അപ്പം 1-ാം തീയതിയാണ് എൻ്റെ ലാസ്റ്റ് ഡ്യൂട്ടിയും. അപ്പം ഞാൻ അതിനു മുമ്പ് ക്ലിയറൻസിന് പോകുമ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കത്തില്ലേ ജോലി എവിടെ പോകുന്നത് എന്താന്ന്. അപ്പം എനിക്ക് ഞാൻ മാതാവിനോട് ഒത്തിരി പ്രാർത്ഥിച്ച് എല്ലാവരും പറഞ്ഞു 1-ാം തീയതി ഒരു ഡേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ആ 1-ാം തീയതിക്ക് ശേഷം മാത്രമേ ഉള്ളൂ ഇമിഗ്രേഷൻ ഓഫീസർ ആ കേസ് എടുക്കത്തുള്ളൂ. അപ്പം ഞാൻ ഒത്തിരി ബ്രദറിനോട് പറഞ്ഞു, ബാബു ബ്രദറിനെ വിളിച്ച് പറഞ്ഞു എനിക്ക് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കണം, എനിക്കൊരു ആഗ്രഹമുണ്ട്. ഞാൻ പോകുന്നതിന് മുമ്പ് ഇങ്ങനെ മീൻസ് ജോലി കിട്ടി, വർക്ക് വിസയും കൂടെ കിട്ടിയിട്ട് ആണെങ്കിൽ മാത്രമല്ലേ എനിക്ക് സന്തോഷത്തോടു കൂടി എല്ലാവരോടും അവിടെ ചെന്ന് പറയാൻ പറ്റത്തുള്ളൂ ഞാൻ ഇങ്ങനെ പോവുകയാണെന്ന്. പിന്നീട് അതൊരു ഡിക്ലൈൻ വന്നു കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പം അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ പോകുന്നതിന് ഈ വ്യാഴാഴ്ച ലാസ്റ്റ് ഡ്യൂട്ടി വരുന്നത്, എനിക്ക് ബുധനാഴ്ച വർക്ക് വിസ വന്നു. മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് വർക്ക് വിസ വന്നു. ഞാനത് വിശ്വസിക്കുന്നു. മാതാവ് അതിൻ്റെ അത് ഇടപെട്ട് എന്നെ ഇടപെട്ട് എനിക്ക് വേണ്ടിയിട്ട് വർക്ക് വിസ തന്നതാണ്. കാരണം ഞാൻ മാതാവിനോട് ഒരുപാട് പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം എല്ലാവരും അല്ലെങ്കിൽ എന്നെ വഴക്ക് പറയത്തില്ല, ജോലി കളഞ്ഞിട്ട് പോകുന്നതിൽ ആർക്കും ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും എല്ലാവരും എന്നോട് ചോദിക്കുമായിരുന്നു എന്തിനാ അങ്ങനെ പോകുന്നതെന്ന്. പക്ഷെ മാതാവിൻ്റെ കൃപയാൽ എനിക്ക് വർക്ക് വിസ ഈ ഡ്യൂട്ടി തീരുന്നതിന് മുമ്പ് തന്നെ തന്ന് അനുഗ്രഹിച്ച മാതാവിന് ഒരുപാട് നന്ദി. ഞാൻ പ്രയർ റിക്വസ്റ്റ് ബാബു ബ്രദറിന് പ്രയർ റിക്വസ്റ്റ് അയച്ചിരുന്നു. ഞാൻ അഖണ്ഡ ജപമാല കൂടിയിട്ടും ഉണ്ടായിരുന്നു. അതിന്റെ ഫലമായിട്ടാണ് എനിക്കിത് കിട്ടി. മാതാവ് എൻ്റെ ഒരു ഇത് പറയുവാണെങ്കിൽ അതിൻ്റെ അകത്ത് മാതാവിൻ്റെ സാന്നിധ്യം എനിക്ക് എല്ലായിടത്തും എനിക്ക് തടസ്സങ്ങളായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും തടസ്സങ്ങളായിരുന്നു. പക്ഷെ അവസാനം എൻ്റെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഓസ്കിയൊക്കെ എനിക്ക് ഭയങ്കര ടഫായിരുന്നു. കാരണം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഓസ്കി. ഞാൻ ഇന്നേ വരെ 9 വർഷമായിട്ട് പേഷ്യൻറ്റിനെ തൊടാത്ത ഞാൻ എങ്ങനെ പേഷ്യൻറ്റിനെ കാണുമ്പോൾ കേസ് മനസ്സിലാക്കും, അതിലൊക്കെ എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു. പക്ഷെ ഓസ്കിക്കൊക്കെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാകാൻ മാതാവ് എന്നെ സഹായിച്ചു. അതുപോലെ തന്നെ ഇതെനിക്ക് കൃപാസനത്തിൽ നിന്ന് അച്ഛൻ ഞാൻ പോകുന്നതിന് മുമ്പ് വെഞ്ചരിച്ച് ഒരു കാശ് രൂപ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ ഗ്രാജുവേഷൻ സെറമണിയുടെ സമയത്ത് ഞാൻ ഈ മാതാവിൻ്റെ കാശ് രൂപം കൈ പിടിച്ചുകൊണ്ടാണ് അത് സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങിയത്. എന്നിട്ട് ഞാൻ മനസ്സിൽ പറഞ്ഞു, മാതാവ് ഇത് ഞാനല്ല വാങ്ങിക്കുന്നത്, നീയാണ് വാങ്ങിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ടുള്ള എന്ത് കാര്യം വന്നാലും അത് നീ തന്നെ ഏറ്റെടുത്തോണം, എനിക്ക് ഒന്നും അറിയത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ കാശ് രൂപ ഏറ്റുവാങ്ങിയത്. അതുപോലെ ഞാൻ ക്യാബ് കോഴ്സ് കഴിഞ്ഞിട്ട് ഒരു ദിവസമായിരുന്നു ന്യൂസിലാൻഡിൽ നിന്നത്. അപ്പം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് നിന്നത്. അപ്പോൾ അവർ എന്നോട് ചോദിച്ചു, ഇവിടെ ഷോപ്പിംഗ് മാളൊക്കെ ഉണ്ട്, നിനക്ക് പോകുന്നതിന് മുമ്പ് എവിടെയെങ്കിലും പോകണമെന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് എങ്ങും പോകണ്ട, എനിക്ക് ഇവിടുത്തെ പള്ളിയിൽ മാത്രം ഒന്ന് പോയാൽ മതിയെന്ന്. അങ്ങനെ ഞാൻ പള്ളിയിൽ പോയി. അവിടെ മാതാവിൻ്റെ സ്റ്റാച്ചുവിലും മുമ്പിൽ ഞാൻ ഒത്തിരി പോയി നിന്ന് പ്രാർത്ഥിച്ചു. പക്ഷെ ഞാൻ മാതാവിനോട് പറഞ്ഞത്, ഞാൻ തിരിച്ച് ഇവിടെ വരുമോന്നൊന്നും അറിയത്തില്ല, ഞാൻ ഓസ്ട്രേലിയക്കാണ് പോകുന്നത്, എന്നാലും നിന്നെ കാണാൻ പറ്റിയതിൽ എനിക്ക് ഒത്തിരി ഇതുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. പക്ഷേ എൻ്റെ മാതാവ് തിരിച്ച് അവിടെ തന്നെ എത്തിച്ചു. എനിക്ക് കിട്ടാവുന്നതിലും ഏറ്റവും നല്ലൊരു ജോലിയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. കാരണം ഈ ഒരു ഫീൽഡ് തന്നെ, എനിക്ക് റിസർച്ച് ഫീൽഡ് തന്നെയാണ് എനിക്ക് ജോലി കിട്ടിയത്. അപ്പം ഞാൻ വിശ്വസിക്കുന്നു മാതാവ് എനിക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ച ഒരു ജോലിയെ പോലെയും, അതുപോലെ തന്നെ ഞാൻ അവിടെ നിന്നാലും എനിക്ക് ആ ജോലി സെപ്റ്റംബറിൽ മാത്രമേ കിട്ടത്തുണ്ടായിരുന്നുള്ളൂ. സെപ്റ്റംബറിലാണ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം എനിക്ക് സെപ്റ്റംബറിലേ കിട്ടത്തുള്ളായിരുന്നു. അതുകൊണ്ട് മാതാവിനെ തിരിച്ചിവിടെ കൊണ്ടുവരാനും പിന്നെ വീണ്ടും ഈ 7 മാസം വീണ്ടും ജോലി ചെയ്യാനും ഒരു ദിവസം പോലും എന്നെ ജോലി ഇല്ലാതെ ഇരുത്താൻ മാതാവ് എന്നെ അനുവദിച്ചില്ല. എല്ലാത്തിനും മാതാവിനോട് ഒരുപാട് നന്ദി.